ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായൊരു മങ്കട മീൻകറി തയ്യാറാക്കാം. തേങ്ങ വറുത്തരച്ച നല്ലൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ മീനെല്ലാം നന്നായി കഴുകി കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി തേങ്ങ ചിരകി മിക്സിയുടെ ജാറിലിട്ട് ഒരേ അളവിലൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയെല്ലാം ഒരു പകുതി മൂപ്പെത്തിയാൽ പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറിലായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ചൂടാറാനായി ഇതൊന്ന് മാറ്റി വയ്ക്കണം. ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ തേങ്ങയിലുള്ള എണ്ണയെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. ചട്നി കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടു വന്നാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് തേങ്ങ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ചേർത്താൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും വാളൻപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. വാളൻപുളിക്ക് പകരം കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മീൻകറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മീൻകറിയെല്ലാം നന്നായി തിളച്ച് കുറുകി വന്നാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും തേങ്ങയിൽ നിന്നുള്ള എണ്ണയെല്ലാം കറിയുടെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും. ഇപ്പോൾ നമ്മുടെ രുചികരമായ മീൻകറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയിരിക്കണേ. താങ്ക്